ഹായ് ഓൾ, എൻ്റെ ടോപ്പിക്ക് ജനറൽ ആർക്കിടെക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. Artificial neural network or ANN make up an integral part of the deep learning process. They are inspired by the neurological structure of the human brain. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ANN എന്ന് പറയുന്നത് ഡീപ്പ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ആൻഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ന്യൂറോളജിക്കൽ സ്ട്രക്ചറിനെ ഇൻസ്പയർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. And AN can be defined as ANNs are complex computer code written with the number of simple, highly interconnected processing elements, which is inspired by human biological brain structure for simulating human brain working and processing data models. അതായത് ANN എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കമ്പ്യൂട്ടർ കോഡാണ് വിച്ച് ഇസ് റിട്ടൺ വിത്ത് നമ്പർ ഓഫ് സിമ്പിൾ ആൻഡ് ഹൈലി ഇൻ്റർകണക്റ്റഡ് പ്രോസസ്സിംഗ് എലമെൻറ്റ്സ്. ആൻഡ് അത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ സ്ട്രക്ചറിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഹ്യൂമൻ ബ്രെയിൻ വർക്കിങ്ങിനെ സിമുലേറ്റ് ചെയ്യാനും ഡാറ്റ മോഡൽസിനെ പ്രോസസ്സ് ചെയ്യാനും വേണ്ടി ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറാണ്. ആൻഡ് ഡീപ്പ് ലേണിംഗ് ഫോക്കസസ് ഓൺ 5 കോർ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഡീപ്പ് ലേണിംഗ് മെയിനായിട്ട് 5 കോർ ന്യൂറൽ നെറ്റ്വർക്ക്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ മൾട്ടി ലെയർ പെർസെപ്ഷൻ, റേഡിയൽ ബേസിസ് നെറ്റ്വർക്ക്, റിക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്, ജനറേറ്റീവ് അഡ്വേഴ്സിയൽ നെറ്റ്വർക്ക്സ് ആൻഡ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. നമ്മൾ വേറെ ടോപ്പിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. Neural network architecture. Neural networks are complex structures made of artificial neurons that can take in multiple inputs to produce a single output. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് മേഡപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് വിച്ച് ടേക്സ് മൾട്ടിപ്പിൾ ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസ് എ സിംഗിൾ ഔട്ട്പുട്ട്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മേഡപ്പ് ഓഫ് സെവറൽ ന്യൂറോൺസ്. സോ അതുപോലെ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കും ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ പ്രൈമറി ജോബ് എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫോം ദ ഇൻപുട്ട് ഇൻ ടു എ മീനിങ് ഫുൾ ഔട്ട്പുട്ട്. യൂഷ്വലി ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് ഒരു ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും ആൻഡ് വിത്തിൻ ദീസ് ലെയേഴ്സ് ദർ വിൽ ബി വൺ ഓർ മോർ മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ്. In a neural network, all the neurons influence each other and hence they are all connected. ന്യൂറൽ നെറ്റ്വർക്കിലെ ന്യൂറോൺസ് എല്ലാം ഈച്ച് അതർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കണക്റ്റഡ് ആണ്, എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ആൻഡ് ദ നെറ്റ്വർക്ക് can acknowledge and observe every aspect of the data set at hand and how the different parts of the data may or may not relate each other. ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ അക്നോളജ് ചെയ്തിട്ട് ഓരോ ഡാറ്റ സെറ്റിൻ്റെയും എവറി ആസ്പെക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു എല്ലാം റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ എല്ലാം ഈക്വലി all the neurons in the network are connected. So ഈ ഡാറ്റ ഡിഫറെൻറ്റ് പാർട്സിൽ ഏതൊക്കെ ഡാറ്റാസ് വെച്ചിട്ടാണ് ഡിഫറെൻറ്റ് ഡാറ്റാസ് വെച്ചിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടെന്നൊക്കെ ഈ നെറ്റ്വർക്കിന് അക്നോളജ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. And this is how neural networks are capable of finding extremely complex patterns in vast volumes of data. സോ ഒരുപാട് വാസ്റ്റ് വോളിയൂംസ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിലും ഈ ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് എക്സ്ട്രീംലി കോംപ്ലക്സ് പാറ്റേൺസും ഫൈൻഡ് ചെയ്യാൻ പറ്റും. എത്ര നമ്പർ ഓഫ് ഡാറ്റാസ് കൂടുതലാണെങ്കിലും കൂടിയിട്ട് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസും ന്യൂറൽ നെറ്റ്വർക്കിന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് കേപ്പബിളാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ബിക്കോസ് എല്ലാം ഈച്ച് അതർ കണക്റ്റഡ് ആണ് ആൻഡ് ഓൾസോ അക്നോളജ് ചെയ്തിട്ട് ഓരോ ഡാറ്റേൻ്റെയും എവറി ആസ്പെക്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. In a neural network, the flow of information occurs in 2 ways: feed-forward network and feedback network. Feed-forward network signals only travel in one direction, that is towards the output layer. And a feed-forward network have an input layer and a single output layer with 0 or multiple hidden layers. And pattern recognition feed-forward networks widely യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മോഡൽ ദ റിക്കറൻറ്റ് ഓർ ഇൻട്രാക്റ്റീവ് നെറ്റ്വർക്ക് യൂസ് ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ടു പ്രോസസ് ദ സീക്വൻസ് ഓഫ് ഔട്ട്പുട്ട്സ്. ഇൻറ്റേർണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെമ്മറീനെ യൂസ് ചെയ്തിട്ടാണ് സീക്വൻസ് ഓഫ് ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സിൽ. ആൻഡ് in this network the signals can travel in both direction through the hidden layers or the loop.
നമ്മൾ പറഞ്ഞു ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, ഇൻപുട്ട് ലെയർ ആൻഡ് ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. സോ ഹിഡൻ ലെയേഴ്സിലൂടെ ബോത്ത് ഡയറക്ഷനിൽ സിഗ്നൽസിന് ട്രാവൽ ചെയ്യാൻ പറ്റും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ. ആൻഡ് ദേ വൈഡ്ലി യൂസ് ഇൻ ദ ടൈം സീരീസ് ആൻഡ് സീക്വൻഷ്യൽ ടാസ്ക്. ആൻഡ് ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഫിഗർ. ഇവിടെ ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഈ യെല്ലോ ഈ പിക്ചറിലുള്ള ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള യെല്ലോ ലെയറിനെയാണ് ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത്. ആൻഡ് മിഡിലായിട്ടുള്ള ലെയേഴ്സാണ് ഹിഡൻ ലെയേഴ്സ്. ആൻഡ് ദ ഇന്നർ ലെയർ, അതാണ് ലാസ്റ്റ് ഓറഞ്ച് കളറിലുള്ളതാണ് ഔട്ട്പുട്ട് ലെയർ. ആൻഡ് ന്യൂറോണാണ് നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് ഇൻപുട്ടിനെ റിസീവ് ചെയ്യും, എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ അതർ നോഡ്സ് എന്നൊക്കെ ഇൻപുട്ടിനെ റിസീവ് ചെയ്യും. ആൻഡ് ദെൻ അതാണ് ഔട്ട്പുട്ട് സിഗ്നൽസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് ഈച്ച് നോഡ് ഇസ് കണക്റ്റഡ് വിത്ത് അനദർ നോഡ് ഫ്രം ദ നെക്സ്റ്റ് ലെയർ. ഓരോ ലെയറിലുള്ള നോഡ്സായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുണ്ട് ഈച്ച് നോഡ്. സോ സച്ച് ഈച്ച് കണക്ഷൻ ആസ് എ പെർട്ടിക്കുലർ വെയ്റ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കണക്ഷൻസ് ഉണ്ടല്ലേ, യെല്ലോന്ന് ബ്ലൂയിലേക്കും ബ്ലൂന്ന് ഗ്രീനിലേക്കുള്ള കണക്ഷൻസ്, ഓരോ കണക്ഷൻസിനും ഒരു പെർട്ടിക്കുലർ വെയ്റ്റ് ഉണ്ട്. ആ വെയ്റ്റ്സ് ആർ അസൈൻഡ് ടു എ ന്യൂറോൺ ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് അഗെയിൻസ്റ്റ് അതർ ഇൻപുട്സ്. ഓരോ ഇമ്പോർട്ടൻസ് മീൻസ് ഇൻപുട്ടിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ടാണ് വെയ്റ്റ്സിനെ അസൈൻ ചെയ്യുന്നത് ഓരോ ന്യൂറോൺസിനും. And when all the node values from the yellow layer are multiplied along with the weight and summarized, it generates the value of the first hidden layer. നമ്മൾ ഈ യെല്ലോ ലെയർ അല്ലെങ്കിൽ ഇൻപുട്ട് ലെയറിനുള്ള ഓരോ നോഡ് വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ വെയ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ ആണ് ഫസ്റ്റ് ഹിഡൻ ലെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് സമ്മറൈസ്ഡ് വാല്യൂ ദിസ് ബ്ലൂ ലെയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഹിഡൻ ലെയറിൻ്റെ അതായത് ഈ സമ്മറൈസ്ഡ് വാല്യൂസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ബ്ലൂ ലെയർ അതായത് ഫസ്റ്റ് ഹിഡൻ ലെയറിൻ്റെ പ്രീ ഡിഫൈൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെദർ ദാറ്റ് നോഡ് വിൽ ബി ആക്ടിവേറ്റഡ് ഓർ ഹൗ ഇറ്റ് വിൽ ബി ആക്റ്റീവ് ലൈക്ക് ദാറ്റ്. ഈ ആക്ടിവേഷൻ ഫംഗ്ഷന് നമുക്ക് ഒരു നമ്മുടെ എവറിഡേ ടാസ്ക് ആയിട്ടുള്ളൊരു ടീ മേക്കിംഗ് ആയിട്ട് ടീ മേക്കിംഗ് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടീ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വാട്ടർ, ടീ ലീവ്സ്, മിൽക്ക്, ഷുഗർ, സ്പൈസസ് എല്ലാം ആഡ് ചെയ്യും. ഈ ആഡ് ചെയ്യുന്ന ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ നമുക്ക് ന്യൂറോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് അതൊക്കെയല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യുന്നത്. സോ ഇതിനൊക്കെ ന്യൂറോൺസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ന്യൂറോൺസ് ആയിട്ട് വിചാരിക്കാം. ആൻഡ് ഈ ന്യൂറോൺസിൻ്റെ എമൗണ്ട് ഓഫ് ഈച്ച് ഇൻഗ്രീഡിയൻസ് റെപ്രസെൻറ്റ്സ് ദ വെയ്റ്റ്. ഈ നമ്മൾ ടീയിൽ ഇടുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും എമൗണ്ട് അത് ഓരോ ന്യൂറോൺസിൻ്റെയും വെയ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് നമ്മൾ ഫസ്റ്റ് ടീ ലീവ്സ് വാട്ടറിലിട്ടു ആൻഡ് ദെൻ ഷുഗർ, സ്പൈസസ്, മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സായിട്ട് അനദർ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫോം ആവും. അതായത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ടീ ആയിട്ട് മാറുന്നത്. സോ അതിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്ഫോം ചെയ്തിട്ട് അനദർ സ്റ്റേറ്റിലേക്ക് അത് മാറി. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെയാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ന്യൂറോൺസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യുന്ന ന്യൂറോൺസിനെ വെയിറ്റായിട്ട് മീൻസ് ചെയ്തിട്ട് അത് അനദർ സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് വേറൊരു ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെയാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഹിഡൻ ലെയേഴ്സ് ആൻഡ് ഔട്ട്പുട്ട് ലെയർ. നമ്മൾ ഇൻപുട്ട് ലെയറിൻ്റെയും ഔട്ട്പുട്ട് ലെയറിൻ്റെയും മിഡിലായിട്ട് വരുന്ന വൺ ഓർ മോർ ലെയേഴ്സിനെയാണ് ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹിഡൻ ലെയേഴ്സ് ഇസ് ഓൾവേസ് ഹിഡൻ ഫ്രം ദ എക്സ്റ്റേണൽ വേൾഡ്. എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും എപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്ന ലെയേഴ്സാണ് ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ന്യൂറൽ നെറ്റ്വർക്കിലുള്ള മെയിൻ കമ്പ്യൂട്ടേഷൻസ് എല്ലാം ഈ ഹിഡൻ ലെയേഴ്സിലാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ ഈ ഹിഡൻ ലെയേഴ്സ് ഇൻപുട്ട് ലെയറിൽ നിന്ന് എല്ലാ ഇൻപുട്സും എടുത്തിട്ട് നെസസറി കാൽക്കുലേഷൻസ് പെർഫോം ചെയ്തിട്ട് റിസൾട്ടിനെ ജനറേറ്റ് ചെയ്യും. ആൻഡ് ദീസ് ജനറേറ്റഡ് റിസൾട്ട് ഇസ് ഫോർവേഡഡ് ടു ദ ഔട്ട്പുട്ട് ലെയർ ആൻഡ് ദ യൂസർ ക്യാൻ വ്യൂ ദ റിസൾട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ ത്രൂ ദ ഔട്ട്പുട്ട് ലെയർ.
ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ടീ മേക്കിംഗ് എക്സാമ്പിളിന് നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യും, കളറും ചേഞ്ച് ചെയ്യും നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഈ ഇൻഗ്രീഡിയൻസിനെ നമുക്ക് ഹിഡൻ ലെയേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹിഡൻ ലെയേഴ്സ് ആയിട്ടുള്ള, അതായത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആക്ടിവേഷൻ പ്രോസസ്സ് വഴി നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. സോ ഈ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമുക്ക് ആക്ടിവേഷൻ പ്രോസസ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ഫൈനലായിട്ട് ഡെലിവർ ചെയ്യുന്ന നമ്മളെ റിസൾട്ടിനെ ആണ് നമ്മുടെ ടീ. സോ ടീ മേക്ക് ചെയ്യുമ്പം ഇൻഗ്രീഡിയൻസ് സ്റ്റേറ്റും കളറും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ആക്ടിവേഷൻ ഫങ്ഷൻ വഴി, അതായത് നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസിനെ, അതായത് ഹിഡൻ ലെയേഴ്സിനെ ആക്ടിവേഷൻ ഫങ്ഷൻ പെർഫോം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹിഡൻ ലെയേഴ്സിൽ നടക്കുന്നത്. താങ്ക് യു.